ഛത്തീസ്ഗഡിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഏതാ നാട്, ഏതാ ഗ്രാമം തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. ആദ്യഘട്ടത്തിൽ ബീഹാർ ആണെന്ന് പറഞ്ഞ് പ്രചാരണം വലിയ തോതിൽ നടന്നിരുന്നു. കാരണം ഇത്തരത്തിലുള്ള മോഷണങ്ങൾ സാധാരണ സംഭവിക്കാറുള്ളത് ബീഹാറിൽ നിന്നാണ്. റോഡും പാലും ട്രാൻസ്ഫോമർ എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ബീഹാറിലാണ്. അത്തരത്തിലൊരു വ്യാജ പ്രചാരണമൊക്കെ നടന്നിരുന്നു. പക്ഷേ ഹിന്ദി മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്ന സമയത്ത് എന്തായാലും അത് ഛത്തീസ്ഗഡിൽ നിന്നാണ് എന്നുള്ള കാര്യം ഇതിനോടൊപ്പം തന്നെ വ്യക്തമായിരിക്കുന്നതാണ്. വികസനം എത്രത്തോളമാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും ഗ്രാമങ്ങളിലേക്കൊക്കെ എത്തിച്ചെല്ലേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ വികസനം ഉണ്ടായാൽ പോരാ, അത് ആ വികസന പദ്ധതികൾ സംരക്ഷിക്കേണ്ടത് കൂടി ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമായി മാറുന്നു എന്നുള്ള കാര്യമാണ്. ഒരു തരത്തിലും പൗരബോധം എന്നുള്ള കാര്യം ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നാട്ടുകാർക്ക് ചെയ്യാൻ സാധിക്കുക. കാരണം അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ. വീടിന് മുന്നിലൂടെ ഒരു കോൺക്രീറ്റ് റോഡാണ് ഇട്ടത്. അത് ഇട്ട് ഉറയ്ക്കുന്നതിന് മുൻപേ തന്നെ കൈക്കോട്ടും മൺവെട്ടിയും എല്ലാം വന്നിട്ട് ആ റോഡ് വെട്ടിപ്പൊളിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്നൊരു പക്ഷേ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും. എന്നാൽ പുറത്ത് വരാത്ത ഇത്തരം നിരവധി സംഭവങ്ങൾ ഇപ്പോൾ ബീഹാറിലാണെങ്കിലും ഛത്തീസ്ഗഡിലും എല്ലാം തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളുടെ പൗരബോധം കൂടി കൃത്യമായി വളർത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ അവർക്ക് കൂടി വേണ്ടിയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം. എന്നാൽ മാത്രമേ ഈ GDPയുടെ വളർച്ച, ലോകത്തെ ഏറ്റവും മികച്ച ശക്തി, സാമ്പത്തിക മേഖലയിലെല്ലാം വളർച്ച എന്ന് പറയുമ്പോൾ ജനങ്ങൾ കൂടി അതിനൊപ്പം വികസിക്കാനും